അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൽപ്പട്ടി ദ്വീപിലാണ്. ചെറിയൊരു ദ്വീപാണിത്. ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ വന്നപ്പോൾ മനോഹരമായതാ ഗ്ലാസ് ബോട്ടാണ് ഈ കാണുന്നത്. ഇതിൽ വളരെ കടലിലെ പല കാഴ്ചകളും കണ്ട് ഇതാ കുറ്റിക്കാടുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ അവിടുത്തെ തെങ്ങിൻ തോപ്പുകളല്ല, ഇതൊരു തരം പ്രത്യേക തരം ചെടികളും മരങ്ങളും കുറ്റിക്കാടുകളുമാണ് ഇവിടെ. ഇവിടെ ഒരു ബീവി ഉണ്ടായിരുന്നു. എന്താ ബീവിൻ്റെ പേര്? ആ ബ്രിട്ടീഷുകാർ വൈദേശിക ആധിപത്യത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച ഒരു ബീവിയായിരുന്നു. ആ ബീവി അണഞ്ഞത് ഇവിടെയായിരുന്നു. അവർക്ക് വലിയ രക്ഷ ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ ഒരു സ്ഥലമാണിത്. ഇനി ഇങ്ങനെ ശരിക്കും കാണാം. നല്ലൊരു പ്രകൃതിയാണ് കേട്ടോ ഇവിടെ. ദ്വീപ് എന്ന് പറയുമ്പോൾ ഈ അഗത്തി ദ്വീപിൽ വരുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ഈ മണലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മണൽ കണ്ടോ, വെള്ള മണൽ. ഇവിടെ മഴ പെയ്താൽ എത്ര വലിയ തോരാത്ത മഴ പെയ്താലും ഇവിടെ ചളി പുരളൂല, നമ്മളെ വസ്ത്രങ്ങൾ മുഷിയൂല, ഒന്നും സംഭവിക്കില്ല. വെള്ളപ്പൊക്കം ഉണ്ടാവില്ല കേട്ടോ. കടലാണ്, കടൽ വരുമ്പം നല്ല മഴ പെയ്യും. എന്നാലും എന്തുണ്ടാവില്ല, വെള്ളപ്പൊക്കം ഈ ദ്വീപുകളെ ബാധിക്കില്ല. നമ്മളെ നാട്ടിലിപ്പോൾ മഴ തുടങ്ങി, ഒരാഴ്ച ഇനി ചളിയിൽ പുരണ്ട് മനുഷ്യൻ നടക്കാൻ പ്രയാസമായി, വെള്ളപ്പൊക്കമായി, ദുരിതമായി. അല്ലാഹുവിൻ്റെ അജായിബുകളിൽ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഈ സസ്യങ്ങൾ. എവിടെ ഇത് വളരുന്നത്? കടലിൻ്റെ തൊട്ടടുത്ത്. പിന്നെ ഈ അഗത്തി ദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാക്കകളില്ല കേട്ടോ. പിന്നെ നായ പട്ടി പോലത്തെ ഒന്നും വല്ല കാണുന്നില്ല ഇവിടെ. അങ്ങനെ മാത്രമല്ല നല്ല കാറ്റും കോളും ഉണ്ടായാൽ പോലും പലപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല കാറ്റായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇന്നലെ കടൽ തീരത്തടിച്ച അതിശക്തമായ കാറ്റ്. ആ കാറ്റിനൊരു പ്രൊട്ടക്ഷൻ വാൾ ഇവിടെ ഉണ്ട്. കടലിലെ തിരമാലയെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ വാള് കടൽ തീരത്തുണ്ട്. അതാണ് ഈ ദ്വീപുകളെ സംരക്ഷിക്കുന്ന ഒന്ന്. രണ്ടാമത് പടച്ചവൻ സൃഷ്ടിച്ചതാണ് ഇവിടുത്തെ നാളികേര മരങ്ങൾ. എത്ര കാറ്റ് വന്നു കഴിഞ്ഞാലും അവരെ വീടുകളും മറ്റുമൊക്കെ സംരക്ഷിക്കും. ഒരു തേങ്ങയോ ഒരു മട്ടലോ വീയാതെ പടച്ച റബ്ബ് കാത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കേരളത്തിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല കാറ്റ് മഴയൊക്കെ ഉണ്ടായാൽ ഒരു കാറ്റടിച്ചാൽ തന്നെ 10-15 മരങ്ങൾ വീണും, ലൈന് കംപ്ലീറ്റ് ആവും, കറണ്ട് വിളിച്ചാൽ എല്ലാവരും ഇരുട്ടിലാകും, വലിയ പ്രയാസം ഉണ്ടാവും. അതേസമയത്ത് അല്ലാഹു തആല വലിയ അത്ഭുതകരമായി കാത്തുകൊണ്ടിരിക്കുകയാണ് ദ്വീപ് സമൂഹത്തെ. പക്ഷേ ദ്വീപ് സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ അവരെ ഭൂമി പല സ്ഥലത്തും അവർ കൈയടക്കിയിരിക്കുകയാണ്. എന്നാൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്